ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു റാബിഅ അഷ്റ 14ാമത്തെ പാഠം സിലുൽ അർഹാം. എന്താണ്? കുടുംബ ബന്ധം ചേർക്കുക എന്നതാണ്. അപ്പം നമുക്ക് പാഠം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിപ്പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അബ്ദുൽ കരീമും ഉപ്പയും വീട്ടിൽ മടങ്ങിയെത്തി. അവൻ ഉമ്മയോട് പറഞ്ഞു, നമുക്ക് വലിയുമ്മയെ കാണാൻ പോകേണ്ടേ? ഉമ്മ, ഉൽഹിയ കഴിഞ്ഞ് മാംസവിതരണം ചെയ്തതിനു ശേഷം പോകാം. ഭക്ഷണം കഴിച്ച ശേഷം അവർ പുറപ്പെട്ടു. ഉപ്പ, നമുക്ക് വലിയുമ്മയെ കണ്ട ശേഷം വലിയമ്മാവിൻ്റെയും മൂത്തമ്മയുടെയും വീട്ടിൽ പോകണം. അതെ, എല്ലാ കുടുംബക്കാരെയും സന്ദർശിക്കണം. അബ്ദുൽ കരീം, ആരാണീ കുടുംബക്കാർ? ഉപ്പ, മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. കുടുംബബന്ധം പുലർത്തൽ നമ്മുടെ കടമയാണ്. അത് പുണ്യകരമായ അമലാണ്. കുടുംബബന്ധം പുലർത്തിയാൽ ഭക്ഷണം വിശാലമാക്കും, ആയുസ് വർദ്ധിക്കും. കുടുംബബന്ധം പുലർത്തിയാലുള്ള ഗുണങ്ങളാണ് പറഞ്ഞത്. ഭക്ഷണം വിശാലമാക്കും, ആയുസ് വർദ്ധിക്കും. കുടുംബക്കാരെ സന്ദർശിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, സൽക്കരിക്കുക, അവർക്ക് സന്ദേശമയക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക എന്നിവയെല്ലാം കുടുംബബന്ധം നിലനിർത്താനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ കുടുംബബന്ധം നിലനിർത്താനുള്ള മാർഗങ്ങളാണ് പറഞ്ഞത്, മനസ്സിലാക്കുക. കുടുംബബന്ധം മുറിക്കൽ ഹറാമാണ്. എന്താണ് കുടുംബബന്ധം മുറിക്കുന്നതിൻ്റെ വിധി? ഹറാമാണ്. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം. അവർക്ക് കഠിന ശിക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ തൻസിലുർ റഹ്മത്തു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉർ റഹീം. കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. എവിടെ? കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ. മനസ്സിലാക്കുക. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഊൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കുടുംബബന്ധം മുറിക്കുന്നവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഫമു വനക്രൗ. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ളതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. ദഫ്തർ തോലിബ്. ആദ്യം വരുന്നത് നക്തുബുൽ മായന. അർത്ഥം എഴുതാനാണ്. ലാ യദ്ഖുലുൽ ജന്ന ഖാതിഊൻ. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഊൻ എന്തായിരുന്നു? ആ പാഠത്തിൻ്റെ അടിയിൽ വന്ന ബോക്സാണ്. കുടുംബബന്ധം മുറിക്കുന്നവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതവിടേക്ക് എഴുതാം. അടുത്തത് ലാ തൻസിലുർ റഹ്മത്തു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉർ റഹീം. എന്താണ്? കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. അപ്പോൾ അത് അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് എവിടേക്ക് എഴുതാം. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ആരാണ് കുടുംബക്കാർ? ആരാണ് കുടുംബക്കാർ? മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അടയാളപ്പെടുത്തുക. അവിടേക്ക് എഴുതാം. അടുത്ത എന്താ? കുടുംബബന്ധം പുലർത്തുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ് കുടുംബബന്ധം പുലർത്തുന്നതിൻ്റെ നേട്ടങ്ങൾ? കുടുംബബന്ധം പുലർത്തിയാൽ ഭക്ഷണം വിശാലമാക്കും, ആയുസ് വർദ്ധിക്കും. എഴുതുക. ഭക്ഷണം വിശാലമാക്കും, ആയുസ് വർദ്ധിക്കും. അടുത്തത് കുടുംബബന്ധം ചേർക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യും? എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക? ഇവിടെ വന്നത് എഴുതുക. കുടുംബക്കാരെ സന്ദർശിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, സൽക്കരിക്കുക, അവർക്ക് സന്ദേശമയക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക. ഇതൊക്കെയാണ് കുടുംബബന്ധം നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തത് അബ്ദുൽ കരീമും കുടുംബവും ബലിപെരുന്നാൾ ദിനത്തിൽ എന്തെല്ലാമാണ് ചെയ്തത്? അവർ ബലിപെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഉളുഹിയ കഴിച്ചു മാംസം വിതരണം ചെയ്തു. പിന്നെ ഭക്ഷണം കഴിച്ച ശേഷം അവർ കുടുംബക്കാരെ സന്ദർശിക്കാൻ പോയി. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കിയതാണ്. ബലിപെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഉളുഹിയ കർമ്മം നടത്തി.
ഉൽഹിയ്യ കർമ്മം നടത്തി ഭക്ഷണം കഴിച്ച ശേഷം അവർ കുടുംബക്കാരെ സന്ദർശിക്കാൻ പോയി. അപ്പോൾ അത് ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ എഴുതുക. അടുത്ത ചോദ്യം, കുടുംബബന്ധം മുറിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? ലാ തൻസിലുർ റഹ്മത്തു അലാ ഖൗമിൻ ഫീഹിം ഖാത്തിഉർ റഹീം. കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അടുത്തത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുകയില്ല ആർക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാത്തത്? കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. കുടുംബബന്ധം മുറിക്കുന്നവർക്കാണ് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കാത്തത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നൊയ്ദു റിസാലത്തൻ ലക്തുറു നിയത്തൻ. കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ചുള്ള മെസ്സേജ് തയ്യാറാക്കാനാണ്. കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മെസ്സേജ് തയ്യാറാക്കാനാണ്. എന്ത് മെസ്സേജാണ് നമുക്ക് തയ്യാറാക്കുക? അവിടെ നമുക്ക് ഈ പാഠത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതാം. എന്തെഴുതാം? കുടുംബബന്ധം പുലർത്തൽ നമ്മുടെ കടമയാണ്. അത് പുണ്യകരമായ അമലാണ്. കുടുംബബന്ധം പുലർത്തിയാൽ ഭക്ഷണം വിശാലമാക്കും, ആയുസ് വർദ്ധിക്കും. അതിൻ്റെ കൂടെ അതുകൂടി എഴുതാം. കുടുംബബന്ധം മുറിക്കൽ ഹറാമാണ്. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. അവർക്ക് കഠിന ശിക്ഷയുണ്ട്. അപ്പോൾ അത് എഴുതുക. കുടുംബബന്ധം മുറിക്കുന്നവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുക. അപ്പോൾ കുടുംബബന്ധം മുറിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള മെസ്സേജുകളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത് എഴുതുക. അടുത്തതിന് എന്താ വന്നത്? പാരഗ്രാഫ് എഴുതണം. നിങ്ങൾ കുടുംബക്കാരെ സൽക്കരിക്കാറുണ്ടോ? ഒരു കുടുംബ സൽക്കാരത്തിൻ്റെ വിശേഷങ്ങൾ എഴുതുക. നിങ്ങളുടെ വീട്ടിൽ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാവുന്ന ആ വിശേഷങ്ങൾ എഴുതാനാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ എഴുതാൻ. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിയത് വേണമെങ്കിൽ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ മൂത്താപ്പയും മൂത്തമ്മയും വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിഷ്ടമായ വിഭവങ്ങളും പായസവും ഒരുക്കി അവരെ സൽക്കരിച്ചു. അവരന്ന് അവിടെ താമസിച്ചു. അവരുടെ കൂടെ അവരുടെ മക്കളും ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. ഞങ്ങൾ ഒരുപാട് കളിച്ചു. അങ്ങനെ അവർ പോകുമ്പോൾ അവരുടെ കൂടെ ഞങ്ങളും പോയി. അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഒരു സൽക്കാരത്തെക്കുറിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ 14-ാമത്തെ പാഠത്തുനിന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.